മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിലെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഉത്രാട ദിനത്തിൽ പൂക്കള മത്സരത്തോടെ തുടക്കം കുറിച്ച മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിന്റെ ഓണാഘോഷം ഓണനാദം എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ച് സമാപിച്ചു. വാർഡിലെ മുഴുവൻ നിവാസികളെയും പങ്കെടുപ്പിച്ച് ഓണത്തിന്റെ സ്നേഹവും സൗഹൃദവും ഒരുമയും പങ്കുവെച്ചുകൊണ്ടാണ് ആഘോഷം സംഘടിപ്പിച്ചത്. കണ്ടുപിടിച്ചു നല്ലൊരു വീഡിയോ എടുത്ത് നല്ലൊരു വീഡിയോ ഉത്രാട ദിനത്തിൽ വീടുകളിലും പരിസരങ്ങളിലും ഒരുക്കിയ പ്രകൃതിദത്ത പൂക്കളങ്ങൾ ഉൾപ്പെടുത്തി നടന്ന പൂക്കള മത്സരം ഏറെ ശ്രദ്ധേയമായി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ വിവിധ പ്രായക്കാരുടെ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും വിനോദ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഓണനാദത്തിന്റെ ഭാഗമായി നടന്ന വൃന്ദ മ്യൂസിക്കിന്റെ സംഗീത വിരുന്ന് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. മനോഹരമായ ഗാനങ്ങളുമായി വേദിയിലെത്തിയ സംഗീത സംഘം സദസ്സിന് മികച്ച സംഗീതാനുഭവമാണ് സമ്മാനിച്ചത്. തുടർന്ന് സംഘടിപ്പിച്ച ഓണസദ്യയും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നതായിരുന്നു. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ എം.എൽ.എ. ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു. ഓണാഘോഷം എല്ലായിടത്തും ഇങ്ങനെ തുടരുകയാണ്. ഓണം കഴിഞ്ഞെങ്കിലും ഇനി ഒരു മാസത്തേക്ക് വിവിധ പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം തുടരും. കേരളത്തിൽ ഇനി ഒരടുത്ത ആഴ്ച വരെയും പലയിടങ്ങളിലായിട്ട് ഓണാഘോഷം ഉണ്ടാവും. അത് കഴിയുമ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ഓണാഘോഷം ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി അവിടെയൊക്കെ ഓണാഘോഷം ഒരു ഏകദേശം 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട്. കാരണം പലരും നാട്ടിൽ വന്നേക്കണം, പലരും തിരിച്ച് ചെന്നിട്ട് വേണം അവർക്ക് ഓണം ആഘോഷിക്കാൻ. ഇനി അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിലെ ഓണാഘോഷം അവർ ഗംഭീരമായിട്ട് നടക്കാൻ. അപ്പോൾ ഓണം നമ്മൾ ആഘോഷിച്ച് തീരുന്നില്ല. ഓണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ത് തന്നെയാണെങ്കിലും മൂവാറ്റുപുഴ ഈ വട്ടം നമ്മൾ വളരെ ഗംഭീരമായി തന്നെ ഓണം ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ വാർഡുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻ്റ് ഏരിയയിലൊക്കെ ഓണാഘോഷം തകൃതിയായി നടക്കുന്ന ഈ സമയത്ത് ഈ പ്രദേശത്തെ ഓണാഘോഷത്തിന് 25-ാം വാർഡിൻ്റെ ഓണാഘോഷത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുകയാണ്. വാർഡ് കൗൺസിലർ പി. രജിത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിനായി കൗൺസിലറുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. പൂക്കള മത്സരത്തിൽ തുടങ്ങി കലാപരിപാടികളും വിവിധ മത്സര ഇനങ്ങളും വൃന്ദ മ്യൂസിക് അവതരിപ്പിച്ച സംഗീത വിരുന്നും തുടർന്നുള്ള ഓണസദ്യയും ഉൾപ്പെടെ നിരവധി പരിപാടികളിലൂടെ കടന്നുപോയ ഓണനാദം വാർഡിലെ ജനങ്ങളുടെ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും പ്രതിഫലനമായി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സജീവമായി പങ്കെടുത്ത ആഘോഷം വാർഡ് 25-ന്റെ ഓണക്കാലത്തെ അവിസ്മരണീയമായ ഒരു ജനകീയ ആഘോഷമായി മാറി. പരിപാടി വൻ വിജയമാക്കാൻ സഹകരിച്ച എം.എൽ.എ., നഗരസഭാ ചെയർപേഴ്സൺ, മുൻ ചെയർമാൻ, നഗരസഭാ ജനപ്രതിനിധികൾ, വിവിധ സംഘടനകൾ, കലാകാരന്മാർ, വൃന്ദ മ്യൂസിക്, മത്സരാർത്ഥികൾ, സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർക്കും ആഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ വാർഡ് നിവാസികൾക്കും സംഘാടക സമിതി നന്ദി അറിയിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.